ഹലോ. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഈവനിങ്ങൊക്കെ ആയപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. എന്നാലും നല്ല ഇരുട്ടാണ്, നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. മഴ തോർന്ന സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ഒരു ചെറിയ തട്ടുകടയുണ്ട് കേട്ടോ. അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊതുവേ അവിടുന്ന് കഴിക്കുന്നത് കൊള്ളിയും ബോട്ടിയാണ്. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഭാഗ്യത്തിന് നമ്മളവിടെ ചെന്നപ്പോൾ ആ കട ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ അത്താണിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്താണി പോകുന്ന റൂട്ടിൽ നമ്മുടെ കുറാഞ്ചേരിയിൽ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. ഖാദർ ഖാൻ്റെ തട്ടുകട എന്നാണ് കടയുടെ പേര്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തവണ എന്തായാലും നമ്മൾ കൊള്ളിയും ബീഫും ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റാണ് പറഞ്ഞത്. ഫുഡ് വന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി, ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് കൂടെ വാങ്ങാമെന്നുള്ളൊരു ധാരണയിൽ ഞങ്ങളത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ കൊള്ളിയും ബോട്ടിയാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊള്ളിയും ബീഫും ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതൊക്കെ കഴിക്കണ ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു വെറൈറ്റി, ഇങ്ങനെ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കൊള്ളി ബീഫൊക്കെ കഴിക്കുന്നത് ഇവിടെ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് ആ സൈഡിൽ ആ കടയിലൊക്കെ ഇരുന്ന് നല്ല ചൂടോടെയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചോദിച്ചാൽ മാത്രമേ അവർ കുരുമുളക് പൊടി തരൂ കേട്ടോ. അപ്പം കുറച്ച് കഴിച്ചപ്പോൾ ഏട്ടൻ ചോദിച്ചപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് കൊണ്ട് കുരുമുളക് പൊടിയൊക്കെ തന്ന്. അപ്പോൾ നമ്മളത് ആസ്വദിച്ച് കഴിച്ചിട്ട്, അപ്പോൾ കഴിക്കണതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഏട്ടനോടൊന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു, ആൾ സൂപ്പറാന്ന് പറഞ്ഞു. ആൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചതുകൊണ്ടും ഞങ്ങൾ വേറെ രണ്ടാമത് ഒരു പ്ലേറ്റ് കൂടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കട, ഖാദർ ഖാൻ്റെ തട്ടുകട എന്നാണ് കേട്ടോ കടയുടെ പേര്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലേറ്റ് ഏകദേശമൊക്കെ ഫിനിഷ് ആയപ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്ലേറ്റ് കൂടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചി ചൂടാക്കി കൊണ്ട് തന്നു. നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയാണ് ഒരു പ്ലേറ്റിന് അവർ പറഞ്ഞു. പക്ഷെ നല്ല ഫുഡായിരുന്നു, നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചില്ലുകൂട്ടിൽ കപ്പ, അതായത് കൊള്ളിയൊക്കെ ഇരിപ്പുണ്ട്, പിന്നെന്തോ ബീഫോ ബോട്ടിയോ അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മഴയായതുകൊണ്ട് തന്നെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.